നമസ്കാരം. അടുത്ത നമുക്ക് പറയാനുള്ളത് ചിങ്ങക്കൂറുകാരെ കുറിച്ചാണ് പറയാനുള്ളത്. ചിങ്ങക്കൂറുകാരെ എന്ന് പറയുകയാണെങ്കിൽ തന്നെ പൊതുവെ ഇവർക്ക് വ്യാഴൻ ഇവിടെ 10 വരുന്ന കാലഘട്ടമാണ് ഇടവം രാശിയിലേക്ക് മാറുമ്പോൾ. ഇപ്പോൾ ഇവിടെ പൊതുവായി പറയുകയാണെങ്കിൽ വ്യാഴം എന്ന് പറയുന്നത് 5ാം ഭാവത്തിലേക്കും അതേപോലെ തന്നെ അഷ്ടമസ്ഥാനത്തിലേക്കും 12ാം ഭാവത്തിലേക്കും നിൽക്കുന്ന ഗ്രഹമാണ്. 12ാം ഭാവത്തിലേക്ക് ഉച്ചമാണ്. എങ്കിലും ഇപ്പോൾ ഇവിടെ വ്യാഴം നിൽക്കുന്നത് നിങ്ങൾക്ക് 10ാം ഭാവമായതുകൊണ്ട് തന്നെ തൊഴിലിൽ ചില പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാണ് പറയാം. ഈ ഒരു ജോലി സ്ഥലത്തും അതേപോലെ തൊഴിൽ സ്ഥലങ്ങളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും അതിലൂടെ ധനനഷ്ടങ്ങൾ സംഭവിക്കാനുമുള്ള സാധ്യതകൾ നമുക്ക് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. ഈ സമയത്ത് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന മാറ്റം അല്ലെങ്കിൽ ജോലിയിൽ നമുക്ക് ട്രാൻസ്ഫർ ഉള്ളത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഓഗസ്റ്റിന് ശേഷം നിങ്ങളുടെ ജോലിയിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് പറയാം. ബിസിനസ്സിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ചെയ്യും എന്ന് നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ അത് തടസ്സത്തിലേക്ക് വരുവാനും അതിലൂടെ ധനനഷ്ടങ്ങൾ വരുവാനുമുള്ള സാധ്യതകളും അപവാദങ്ങൾ കേൾക്കുവാനുമുള്ള സാധ്യതകൾ കൂടി നമുക്ക് ഇതിൽ പറയാം. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൽ നിങ്ങളുടെ കരിയറിൽ നല്ല പുരോഗതി കൈവരിക്കാനാവുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബജീവിതത്തിൽ സമാധാനം നിലനിൽക്കും. എന്നിരുന്നാലും ഏപ്രിൽ മുതൽ നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് കൂടി പറയുന്നു. കാരണം ഇതിൽ കണ്ടകശനിയും കൂടി ഉണ്ട്. അപ്പോൾ ആ കണ്ടകശനി എന്ന് പറഞ്ഞാൽ ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ രാശിയിലേക്ക് ആയതുകൊണ്ട് തന്നെ ചില പ്രയാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാവും. അച്ഛനും മകനുമായിട്ട് പിണങ്ങുക, അല്ലെങ്കിൽ അച്ഛനും മകളുമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഐക്യതയില്ലായ്മ, കലഹങ്ങൾ വരിക, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കൂടി നമുക്ക് പറയാം. അതിനുശേഷം ക്രമേണ എല്ലാം കുറച്ച് ശരിയായി വരുന്ന ഒരു കാലഘട്ടമായിരിക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കുറഞ്ഞു വരുന്ന ഒരു സമയമായിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് ഐശ്വര്യങ്ങളെല്ലാം കുറവായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കുറയും. അതേപോലെ തന്നെ സമൃദ്ധികളെല്ലാം കുറഞ്ഞു നിൽക്കുന്നൊരു കാലഘട്ടമായിരിക്കും. നിങ്ങളുടെ എതിരാളികളെ ജയിക്കാനാവുന്ന സമയത്ത് ചതിയും വഞ്ചനയും വരാം എന്നാണ് പറയുക. കോടതി സംബന്ധപ്പെട്ട കേസുകളും നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ കൂടി അത് പ്രതികൂലമാവാൻ ഉള്ള സാധ്യതകൾ കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ നമുക്ക് വിവാഹങ്ങളൊക്കെ മുടങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇപ്പോൾ പ്രണയിച്ചവർ തമ്മിൽ ചിലപ്പോൾ അവർ പിരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ നമ്മളെ വിട്ടു പോകാനോ ഒക്കെ ഉള്ള സാധ്യതകൾ കൂടുതലായിട്ട് നമുക്ക് പറയാം ചിങ്ങക്കൂറുകാർക്ക്. അപ്പോൾ അതിൽ പൊതുവേ നമുക്ക് ഈ ഒരു കണ്ടകശനിയും 10ലെ വ്യാഴം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ, കർമ്മസ്ഥാനം, തൊഴിൽ. അപ്പോൾ ആ തൊഴിൽ സംബന്ധപ്പെട്ട അപവാദങ്ങളൊക്കെ കേൾക്കാം, ധനനഷ്ടങ്ങൾ വരാമെന്നൊക്കെ പറഞ്ഞു. ഈ വിവാഹം 7ാം ഭാവത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ശനി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വിവാഹ സംബന്ധമായ പല പ്രയാസങ്ങളും വരാം. മനസ്സിലായില്ലേ? അപ്പോൾ അന്യരുമായിട്ട് സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അതേപോലെ വിവാഹ സംബന്ധപ്പെട്ടുള്ള വിവാഹം മുടങ്ങുവാനുള്ള സാധ്യതകൾ കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. 5ാം ഭാവം അധിപതി ആയിരിക്കുന്ന ഗ്രഹം കൂടിയാണ് ആ വ്യാഴം. അപ്പോൾ ആ വ്യാഴത്തിനെ കൊണ്ട് നമ്മൾ അവിടേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ 5ാം ഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർവികരുടെ അനുഗ്രഹങ്ങളും അതേപോലെ മന്ത്ര സാന്നിധ്യം ഇതൊക്കെ നമുക്ക് അവിടെ ചിന്തിക്കാവുന്നൊരു സമയമാണ്. അപ്പോൾ കുട്ടികളുടെ പഠനത്തിനൊക്കെ തടസ്സങ്ങൾ വരും. പഠനങ്ങളിൽ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള മാർക്ക് എടുക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ ഈ വെള്ളക്കെട്ടുകളിലെല്ലാം പോയി കുട്ടികൾ കളിക്കുന്നത് കൂടുതൽ ശ്രദ്ധിക്കണം. അപകടം വരാനുള്ള സാധ്യതകളുണ്ട്. സന്താനങ്ങളാൽ ദുഃഖം അനുഭവിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ പൊതുവേ നമുക്ക് ഒരു മനസ്സമാധാനക്കുറവുകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറഞ്ഞു. കാർഷിക മേഖലയിൽ ഉള്ള ആളുകൾക്ക് കൃഷിയിൽ വൻ നഷ്ടം വരാനുള്ള സാധ്യതകൾ കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. പിന്നെ ഇതിൽ നമുക്കൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർവിക സ്വത്തുക്കൾ എന്തെങ്കിലും ലഭിക്കാനുണ്ടെങ്കിൽ ഉടനെ അത് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത് പറയുന്നു. സിനിമാ ഫീൽഡിലുള്ള ആളുകൾക്ക് അത്ര ശുഭകരമല്ല. കലാസാഹിത്യ മേഖലയിലുള്ള ആളുകൾക്കും അത്ര അനുകൂലമായ ഒരു കാലഘട്ടമല്ല എന്നുള്ളത് എടുത്തു പറയണം. ഇതിൽ പിന്നെ വേറെ പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള വിശ്വാസങ്ങൾ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളതും കൂടി എടുത്തു പറയണം. ഇതിന് പരിഹാരമായിട്ട് നമ്മൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, ശനിയാഴ്ച ദിവസം യഥാശക്തി വഴിപാടുകൾ ചെയ്യുക, അല്ലെങ്കിൽ ശബരിമല ദർശനം നടത്തുക, അല്ലെങ്കിൽ ശനീശ്വര ക്ഷേത്രത്തിൽ പോയി യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ഭഗവാനെ പാൽപ്പായസം, തുളസിമാല, സഹസ്രനാമ പുഷ്പാഞ്ജലി എന്നിവ ചെയ്യുന്നതും പുരുഷ സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം.